ഇനി എന്താ പറയുക ബാഗ് പെട്ടി നമ്മൾ വാങ്ങിച്ച പെട്ടി ഉണ്ടല്ലോ, അതിനകത്ത് നമ്മൾ കുറേ സാധനങ്ങൾ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മുടെ പെട്ടി. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേബിക്ക് വേണ്ടി വാങ്ങിച്ചത്. പിന്നെ എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോകുന്ന ഹോസ്പിറ്റലിൽ തന്നെ അവർക്കൊരു ഷോപ്പുണ്ട്, അപ്പോൾ അതുകൊണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് അത്യാവശ്യത്തിന് വാങ്ങിക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിനി പെട്ടിക്കകത്തോട്ട് നോക്കാം. ദേ നോക്കിക്കോളൂ, ഇത്രയും സാധനങ്ങളാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ ഞാനീ പറഞ്ഞ പോലെ നമ്മൾ ഒത്തിരി സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല, കാരണം നമ്മുടെയും ഫസ്റ്റ് ടൈമാണിത്. അപ്പോൾ നമ്മളും ഈ കുറേയൊക്കെ റെഫറൻസ് നോക്കി, എന്നിരുന്നാൽ തന്നെ നമ്മൾ ഒത്തിരി സാധനങ്ങളൊന്നും നമ്മൾ വാങ്ങിച്ചിട്ടില്ല. നമുക്ക് അത്യാവശ്യം തോന്നിയ കുറച്ച് സാധനങ്ങൾ നമ്മൾ വാങ്ങിച്ചേക്കുവാണ്. അതാണിപ്പോൾ നമ്മൾ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റായിട്ട് നമ്മളിതാ ഇതുപോലത്തെ കുറച്ച് കവേഴ്സ്, ബാഗ്സ് വാങ്ങിച്ചിട്ടുണ്ട്. ട്രാവൽ പാക്ക്, ഇത് അറൗണ്ട് ഒരു 400 സംതിങ് ആയി. ഇത് നമ്മൾ നെറ്റിൽ നിന്നാണ് വാങ്ങിച്ചത് കേട്ടോ. അപ്പോൾ ഇതെന്ത് ചെയ്യാമെന്ന് പറഞ്ഞാൽ, അപ്പോൾ നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ സ്പ്ലിറ്റ് ചെയ്ത് കാര്യങ്ങൾ വെക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് എടുക്കാൻ, ഇപ്പം നമ്മളായിരിക്കത്തില്ല എന്താ പറയുക ആ സമയത്ത് അവിടെ ഉണ്ടാകുന്നത്. ഇപ്പോൾ ഹസ്ബൻഡാണെങ്കിലോ ആരെങ്കിലും ആണെങ്കിൽ തന്നെ അവർക്ക് എടുക്കാനായിട്ട് എളുപ്പത്തിന് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് ഇതുപോലെ പല ബാഗ്സ് ആയിട്ട് നമുക്കിങ്ങനെ സെപ്പറേറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ അവർക്കും അത് എടുക്കാനായിട്ട് എളുപ്പമായിരിക്കും. അല്ല നമ്മളെല്ലാം കൂടി ഇങ്ങനെ വലിച്ചു വാരി ഇട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്നൊന്നും എടുക്കാനോ തപ്പാനോ ഒക്കെ പ്രയാസമായിരിക്കും. അപ്പം നമ്മൾ ഇതുപോലത്തെ ഏകദേശം കുറേ ഒരു 10 ബാഗോളം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അത് വന്നിട്ട് ഒരു 400 സംതിങ് നമ്മൾ ആമസോണിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം നമുക്കിനി എന്തൊക്കെയാണ് വാങ്ങിച്ചതെന്ന് നോക്കാം. ബേബിക്ക് വേണ്ടിയിട്ട് നമ്മൾ വാങ്ങിച്ചത് ഇത് ഡയപ്പേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് പറഞ്ഞ പോലെ ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് നമ്മൾ അങ്ങനെയൊന്നും നോക്കിയില്ല. ന്യൂ ബോൺ ഡയപ്പേഴ്സ് എന്ന് പറഞ്ഞ് അടിച്ചു കൊടുത്ത് വാങ്ങിച്ചതാണ്. അപ്പം ഞാൻ തപ്പിയപ്പോൾ എനിക്ക് മനസ്സിലായത് അല്ലാത്ത ഈ റാഷസ് ഒന്നും ഇല്ലാത്ത ടൈപ്പ് പ്രീമിയം ടൈപ്പൊക്കെ കിട്ടുന്നുണ്ട്. അപ്പം നമുക്ക് അതിലോട്ട് സ്വിച്ച് ചെയ്യാം. തൽക്കാലം നമുക്ക് അറിഞ്ഞുകൂടാ, നമ്മളും ഫസ്റ്റ് ടൈം പേരൻറ്റിങ് ആയതുകൊണ്ട് നമുക്ക് ഫസ്റ്റ് ഒരു ഇതിന് വേണ്ടിയിട്ട് ഒരു സേഫ് സോണിന് വേണ്ടി നമ്മളിത് വാങ്ങിച്ച് വെച്ചേക്കുവാണ്. ഇതിൻ്റെ 2 പാക്കറ്റോളം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ പിന്നെ വന്നിട്ട് നമ്മൾ അതിൻ്റെ ഈ എന്താ പറയുക നാപ്കിൻസ് പോലത്തെ അല്ലേ, ഇതിൻ്റെ പേരെന്താ, അതായത് ഇപ്പം നമ്മളിങ്ങനെ കെട്ടിക്കൊടുക്കൂലേ മൂത്രമൊഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ ക്ലോത്തിൻ്റെ മെറ്റീരിയൽ കേട്ടോ. ഇപ്പം നമുക്ക് എപ്പോഴും ഇതിങ്ങനെ കെട്ടേണ്ട കാര്യമില്ലല്ലോ. അപ്പം നമ്മളിപ്പോൾ ഒരു വീട്ടിലൊക്കെ ആണെങ്കിൽ നമുക്കൊരു ഡ്രൈ ക്ലോത്തൊക്കെ വിരിച്ച് കിടത്തുവാണെങ്കിൽ എന്താ പറയുക, നമുക്കിത് കെട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ വലിയ ഇത് നല്ല സോഫ്റ്റ് തുണിയാണ്, എപ്പോഴും റാഷസ് ഒന്നും വരില്ല, അവർക്കും കംഫർട്ടബിൾ ആയിരിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ഇതുപോലെ ഇതൊക്കെ നമ്മൾ നെറ്റിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. ഇതെല്ലാം നെറ്റിൽ നിന്നാണ്. അപ്പോൾ ഇത് കുറേ ടൈപ്പ് ഇതിൻ്റെ കുറേ സാധനങ്ങൾ കുറേ എണ്ണങ്ങൾ നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ പെട്ടെന്ന് പിള്ളേരല്ലേ പെട്ടെന്ന് മൂത്രം ഒഴിക്കുമ്പോൾ പെട്ടെന്ന് ചീത്തയാവും. അപ്പോൾ കുറച്ച് ക്വാണ്ടിറ്റി വാങ്ങിച്ച് വെക്കുക. ഒരു 3 മാസത്തോളം നമുക്കിതൊക്കെ യൂസ് ചെയ്യാൻ പറ്റും. ആ സെയിം കുട്ടിക്ക് തന്നെ 3 മാസത്തോളം യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതാണ് നമ്മൾ കുറേ വാങ്ങിച്ചേക്കുന്നത്. പിന്നെ അടുത്തത് വന്നിട്ട് എന്തോടെ ഇത് വേറൊരു ടൈപ്പാണ്. ഇവിടെ നമുക്ക് അപ്പോൾ എന്തുവാ ഇത് കഴുകാമോ? അപ്പോൾ ഇത് നമുക്ക് കഴുകി ഡൈപ്പർ പോലെ കുറച്ച് വാട്ടർ അബ്സോർബ് ചെയ്യുന്ന ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ അത് നമുക്ക് 1 ടൈം യൂസ് ചെയ്ത് കഴിഞ്ഞ് നമുക്ക് വാഷ് ചെയ്തിട്ട് ഉണക്കിയിട്ട് നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം. അപ്പോൾ ഈ ബാഗ് മൊത്തം ഇങ്ങനത്തെ സംഭവങ്ങളാണ്. അതിൻ്റെ തന്നെ പല വെറൈറ്റീസും ഉണ്ട് കേട്ടോ. അതിൻ്റെ തന്നെ 2-3 കളേഴ്സ് നമ്മൾ വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ബാഗിൽ മൊത്തം അതിൻ്റെ എന്താ പറയുക ഡയപ്പേഴ്സ് പോലത്തെ സംഭവങ്ങളാണ് നമ്മൾ വെച്ചേക്കുന്നത്. അപ്പം ഇത് കാണുമ്പോൾ മനസ്സിലാവും, അപ്പോൾ എടുക്കാനും എളുപ്പമായിരിക്കും. ഇപ്പോൾ എൻ്റെ കൂടെ ഹസ്ബൻഡാണ്, അപ്പോൾ പുള്ളിക്കാർ മനസ്സിലാവും, അപ്പോൾ എടുക്കാനും എളുപ്പമായിരിക്കും. അപ്പോൾ അതൊന്ന്. പിന്നെ രണ്ടാമത്തെ നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. ഭയങ്കര ക്യൂട്ടാണ്. ഇതാണ് തൊപ്പി, ഉണ്ടോ തൊപ്പി. അപ്പം നമ്മൾ പലതരത്തിലുള്ള തൊപ്പികൾ വാങ്ങിച്ചിട്ടുണ്ട്. ഇതും ഓൺലൈനാണ് നമ്മൾ വാങ്ങിച്ചത്. ഇതും അറൗണ്ട് ഒരു 300 സംതിങ് ആയി കേട്ടോ. ബെസ്റ്റ് മോം, ബെസ്റ്റ് ഡാഡി ഈസ് മൈ ഹീറോ, ഇങ്ങനെ കുറേ. അപ്പോൾ നമുക്കിത് തൊപ്പി തലയിലൊക്കെ ഇങ്ങനെ ക്യൂട്ടായിട്ടൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതിനകത്ത് കുറേ സാധനങ്ങളുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചത് അതിൽ കയ്യിലിടുന്ന ഇതിലെല്ലാം ഈ റൈറ്റിങ്സ് വരും. തോന്നില്ല കേട്ടോ, കാരണം നമ്മളിത് കഴുകി ഉണക്കി ഞാൻ പറഞ്ഞ പോലെ സാനിറ്റൈസ് ചെയ്ത് വെച്ചേക്കുവാണ്. ഇത് നല്ല ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഇത് പ്രിൻ്റ് ഒന്നും പോത്തില്ല, ഇതങ്ങനെ തന്നെ നിൽക്കും. പിന്നെ എന്താ പറയുക, അപ്പോൾ ഇതിൻ്റെ 2 കയ്യിലിടുന്നതും 2 കാലിലിടുന്നതും ഉണ്ട്. അപ്പോൾ ഇത്രയാണ്. ഇതിൻ്റെ തന്നെ ഒരു 3-4 കളേഴ്സ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പക്ഷേ എല്ലാം എടുക്കുന്നില്ല, കാരണം അവിടെ അങ്ങനെ തൊപ്പി വെക്കേണ്ട ആവശ്യമില്ല. നമ്മൾ പുറത്തോട്ടൊക്കെ പോകുമ്പോഴല്ലേ ഇങ്ങനെ. അതുകൊണ്ട് ഒരു 3 എണ്ണം നമ്മൾ ജസ്റ്റ് ഫോർ എന്താ പറയുക ഒരു ഇതിന് വേണ്ടി വെച്ചേക്കുന്നതേ ഉള്ളൂ. അപ്പോൾ അതാണ് നമ്മൾ ഈ ബാഗിൽ വെച്ചേക്കുന്നത്. ഞാൻ അടുത്ത നമുക്ക് നോക്കാം എന്താണെന്നുള്ളത്. പിന്നെ നമ്മൾ അടുത്ത് വാങ്ങിച്ചേക്കുന്നത് 2 ടൈപ്പ് പൈപ്പ്സ് ഉണ്ട് കേട്ടോ. ഒന്ന്
വെറ്റ് വൈപ്സും ഒന്ന് ഡ്രൈ വൈപ്സും. അപ്പം നമ്മളൊരു റിസർച്ചിൻ്റെ ഭാഗമായിട്ട് നമുക്ക് മനസ്സിലായത് വെറ്റ് വൈപ്സ് ആണ്. അതും 99% വാട്ടർ ഉള്ളതാണ് നമ്മൾ കൂടുതലും പ്രിഫർ ചെയ്യുന്നത്. അപ്പം നമ്മൾ കടയിൽ നോക്കി, പക്ഷേ അവിടെ 98% വാട്ടറേ ഉള്ളൂ. അപ്പം 99 കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇത് അറൗണ്ട് ഒരു രണ്ട് പാക്കായിട്ട് കിട്ടും, ബൈ 1 get 1 ഫ്രീ ആണ്. അപ്പം എല്ലാത്തിനും കൂടെ ഒരു 500 താഴെ ആയിട്ടുള്ളൂ. അതാണ് ഏകദേശം ഒരു റേറ്റ് കേട്ടോ. ഇത് നെറ്റിലൊക്കെ ഈസി ആയിട്ട് അവൈലബിൾ ആണ്. കടയിൽ കിട്ടിയില്ലെങ്കിൽ നെറ്റിൽ വേണമെങ്കിൽ വാങ്ങിക്കാം. ഇനിയാണ് കുറച്ച് ഇൻട്രസ്റ്റിംഗ് കാര്യങ്ങൾ വരുന്നത്. അപ്പം നമ്മൾ ഈ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ നമ്മളുടെ കൂടെ സ്കാനിങ്ങിന് വന്നവരിൽ നിന്ന് നമുക്ക് കുറച്ച് ഇൻപുട്സ് കിട്ടും കേട്ടോ. അതായത് അവരുടെ ഒരു സജഷനും. അപ്പോൾ അങ്ങനെ ഒരു ആൻറ്റി പറഞ്ഞു തന്നതാണ്. അപ്പം നമ്മൾ നല്ല എന്താ പറയുക, വൂളൻ ടൈപ്പ്, അത് ചൂടുള്ളത് ടൈപ്പ് ഡ്രസ്സസ് വാങ്ങിക്കുന്നത് കുറച്ചുകൂടെ നല്ലതെന്ന് വെച്ച്. അപ്പോൾ നമ്മൾ ആക്ച്വലി അധികം ഡ്രസ്സൊന്നും വാങ്ങിച്ചില്ലായിരുന്നു. അപ്പം നമ്മൾ പിന്നെ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പിൽ പോയിട്ട് നമുക്ക് അവിടെ കണ്ടതിൽ ഇഷ്ടപ്പെട്ട ഒരു ടൈപ്പ് വാങ്ങിക്കുമായിരുന്നു. അപ്പോൾ ഇത് കണ്ടോ, ഇത് യൂണിസെക്സ് ആണ്. അപ്പം ആണായാലും പെണ്ണായാലും നമുക്കറിയില്ലല്ലോ ആണാണോ പെണ്ണാണോ. അപ്പം 2 പേർക്ക് ഉപയോഗിക്കാം. ഇത് അത്യാവശ്യം നല്ല എന്താ പറയുക, വൂളൻ ടൈപ്പാണ്, നല്ല കട്ടിയുണ്ട്. അപ്പം നല്ല ചൂടും കുട്ടി കിട്ടും. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് കയ്യിലിടാനും കാണിച്ചു തരാം. തൊപ്പിയും 2 കാലിലാണോ കയ്യിലോ കാലിലോ ഇടാനുള്ള 2 സാധനം കൂടെ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇത് 3 കൂടെ ചേർത്ത് ഒരു 500 റുപ്പീസ്. ഇത് നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് കേട്ടോ. പിന്നെ നമുക്ക് ഇപ്പം ഡ്രസ്സ് വേണമല്ലോ, അപ്പം ഒന്ന് കിടത്തണമെങ്കിൽ തന്നെ നമുക്കങ്ങനെ, ഇപ്പം ഇതൊക്കെ നമുക്ക് ഇപ്പോൾ പുറത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാം. അപ്പോൾ വീട്ടിൽ ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് ബേബിക്ക് വേണ്ടിയിട്ട് കുറച്ച്, ഇതിൻ്റെ പേര് ജബ്ലാസ് എന്നല്ലേ ജബ്ലാസ് എന്നല്ലേ. അപ്പം നമ്മൾ ഇത് ഒരു കടയിൽ തപ്പിയായിരുന്നു, കിട്ടിയില്ല. പിന്നെ നമ്മൾ ലാസ്റ്റ് മിനിറ്റ് ആയപ്പം വേറെ ഷോപ്പിൽ പോയി വാങ്ങിച്ചതാണ്. ഇത് പ്യുവർ കോട്ടൺ ആണ് കേട്ടോ. ഇതെല്ലാം നമ്മൾ വാഷ് ചെയ്ത് വെച്ചേക്കോ. ചെറിയൊരു ഇതുണ്ട്, തേക്കേണ്ട പോലെ ഒരു തോന്നലുണ്ടെന്നേ ഉള്ളൂ. പക്ഷേ ഫുൾ ക്ലീൻ ചെയ്ത് ഉണക്കി ഡ്രൈ ആക്കി വെച്ചേക്കണം. അപ്പോൾ ഇത് സിമ്പിളായിട്ട് ഇങ്ങനെ ജസ്റ്റ് ഒരു കെട്ട് വരും. അവർക്ക് കാറ്റും കിട്ടുന്ന ഉടുപ്പ് ഇട്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഉടുപ്പ് ഇട്ടിട്ടുണ്ട്. ഇത് പ്യുവർ കോട്ടൺ ആണ്. ഇതിൻ്റെ തന്നെ നമ്മൾ 2-3 വെറൈറ്റി വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊന്ന് കോട്ടൺ ടൈപ്പ്. ഇനി ഇത് കണ്ടോ, അതിൻ്റെ തന്നെ വേറൊരു മോഡലാണ് കേട്ടോ. ഇതും സിമ്പിളായിട്ട് ഇങ്ങനെ ഇട്ട് ഇതിൻ്റെ തന്നെ കുറേ കളേഴ്സ്. അപ്പോൾ ഇതൊക്കെ വില കുറവാണ്. ഇതൊക്കെ ഏകദേശം ഒരു 300 അത്രയും അടുപ്പിച്ച്. ഇതൊക്കെ നമ്മൾ ഷോപ്പിൽ നിന്നാണ് കേട്ടോ വാങ്ങിച്ചത്. അപ്പോൾ അതിൻ്റെ കുറേ വെറൈറ്റീസ് കളേഴ്സ് നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ ഒരെണ്ണം നമ്മൾ ഒരു വെറൈറ്റി മോഡൽ വാങ്ങിച്ചത് ഇത് അത്യാവശ്യം നമുക്ക് വെളിയിലൊക്കെ ഇടാം, വേണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഒരു 3 months വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. ഇതും ഏകദേശം 500 സംതിങ്. ഇത് മാത്രമേ, ഇതിൻ്റെ കൂടെ 2 എന്താ പറയുക, ഒരു നിക്കർ പോലത്തെ ഒരു സംഭവം വരുന്നുണ്ട്. ഇത് രണ്ടും കൂടെ ഏകദേശം ഒരു 495 അത്രയും കണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മൾ ബേബിക്ക് വേണ്ടി. പിന്നെ നമ്മൾ ഈ സാധനങ്ങൾ വാങ്ങിക്കാൻ പോയ കടയിൽ കുറേ ക്യൂട്ടായിട്ടുള്ള ഐറ്റംസ് ഉണ്ട് കേട്ടോ. അപ്പോൾ കണ്ടപ്പോൾ നമുക്കൊരു ക്യൂട്ട്നെസ് തോന്നിയതാണ്. ഷൂസ് അല്ല, സോക്സ് ആണ്. ഇത് അങ്ങനെയില്ല, യൂണിസെക്സ് ആണ്, ആർക്ക് വേണമെങ്കിലും യൂസ് ചെയ്യാം. അറൗണ്ട് ഒരു 200 സംതിങ് ആണ്. ഇതിൻ്റെ ഒരെണ്ണം കൂടെ വേറൊരു കളർ വേരിയൻറ്റും കൂടെ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെയാണ് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം ചെറിയൊരു സ്റ്റീൽ പാത്രം എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെങ്കിൽ ഗ്ലാസ്, കപ്പ്, അങ്ങനത്തെ സംഭവങ്ങൾ. പിന്നെ നമ്മൾ ഫ്ലാസ്ക് ഒക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ടവൽസ് എടുത്തിട്ടുണ്ട്, കുളിക്കുമ്പോഴും സോപ്പ്, അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ ബൈസ്റ്റാൻഡറിന് വേണ്ടിയിട്ടുള്ള ഡ്രസ്സസ്, ഇപ്പോൾ എൻ്റെ കൂടെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടുള്ള സംഭവങ്ങളെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പം അത്രയൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് ഒരു ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമുക്ക് എടുക്കേണ്ട സാധനങ്ങൾ. അപ്പോൾ നമുക്കിനി അടുത്ത് നോക്കിയാലോ. അടുത്തത് വന്നിട്ട് ഞാൻ പറഞ്ഞ പോലെ നമുക്കിപ്പം ഡയറക്റ്റ് മെത്തേ കിടത്തുണ്ടല്ലോ. അപ്പം മെത്തേ കിടത്തേ ചിലപ്പം കുട്ടികളല്ലേ, പറയാൻ പറ്റാത്തതുകൊണ്ട് ചിലപ്പോൾ മൂത്രമൊക്കെ ഒഴിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ സ്നഗ്ഗി ഇട്ടില്ലെങ്കിലും നമുക്ക് സേഫായിട്ടിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു എന്താ പറയുക, ഡ്രൈ മാറ്റ് പോലത്തെ ഒരു സംഭവമുണ്ട്. അതായത് ഒരു മൈക്രോ ഫൈബറിൻ്റെ ക്ലോത്താണ്. ഒന്നുമില്ല, ഒരു കൊച്ചിനെ കിടത്താൻ പാകത്തിനുള്ളൊരു ക്ലോത്താണ്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പം നനഞ്ഞാലും വെള്ളം താഴോട്ട് പോകത്തില്ല. നമുക്ക് വാഷ് ചെയ്തിട്ട് പെട്ടെന്ന് ഉണങ്ങുകയും ചെയ്യും, പെട്ടെന്ന് ഉണങ്ങും. ഇതെല്ലാം നമ്മൾ കഴുകി ഉണക്കിയെടുത്ത സംഭവമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു 2 എണ്ണം നമ്മൾ തൽക്കാലത്തേക്ക് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ചേക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഒന്ന് എടുത്താലും നമുക്ക് വേറൊന്നും അങ്ങനെ ചീത്തയാവുന്നില്ല കേട്ടോ. എല്ലാം ഇതിനകത്ത് തന്നെ ഇരിക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു പ്രയോജനമുണ്ട്. അപ്പോൾ ഇതിൽ നമ്മൾ റാപ്പിംഗ് ക്ലോത്താണ്, അതായത് അറിയാലോ കുട്ടീനെ നമുക്കിങ്ങനെ പൊതിഞ്ഞ് വെക്കത്തക്ക രീതിയിൽ ഉള്ള. അപ്പോൾ അത് പല വെറൈറ്റീസ് ഉണ്ട്. ഈ പറഞ്ഞ പോലെ നെറ്റിൽ
നല്ല വില കുറവാണ്. ഇതിൽ നമ്മൾ ഇത് മാത്രമാണ് കടയിൽ നിന്ന് വാങ്ങിച്ചത് അല്ലേ. ഇതൊരു 800 സംതിങ് കണ്ട് വന്നിട്ടുണ്ട്. ഇത് മൈക്രോ ഫൈബർ ക്ലോത്ത് പോലത്തെയാണ്. ഇതാകുമ്പോൾ ഇവർ നമ്മളെ വയറ്റിൽ കിടന്നിട്ട് പുറത്തോട്ട് വരുമ്പോൾ നല്ല തണുക്ക് വീർക്കുക. അപ്പോൾ അത് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇച്ചിരി ചൂടുള്ളൊരു സംഭവം ഇത് വാങ്ങിയിട്ട് ഇതിൻ്റെ ഇതുപോലത്തെ ഒരെണ്ണം കൂടെ നമ്മൾ നെറ്റിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ നമുക്ക് അത് അത്ര ഒരു ഇതായിട്ട് തോന്നാത്തതുകൊണ്ട് നമ്മൾ ഒരെണ്ണം കൂടെ കടയിൽ നിന്ന് വാങ്ങിച്ചു. അപ്പോൾ ഇത് ഇച്ചിരി കോസ്റ്റ്ലിയാണ്. ഇത് രണ്ടും കൂടെ അറൗണ്ട് ഒരു 500 സംതിങ് ആയിട്ടുണ്ട്. അപ്പോൾ ഇത് അറിയാമല്ലോ. അപ്പോൾ നമുക്ക് ഇതിൻ്റെയൊക്കെ പല പാറ്റേൺ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഈ തൊപ്പിയുള്ള ടൈപ്പ് കിട്ടും, അല്ലാതെ വെറുതെ റാപ്പ് ചെയ്യാനുള്ള സംഭവങ്ങൾ അങ്ങനെയൊക്കെ ഉണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം ഒരെണ്ണം കണ്ടോ. ഇതുപോലൊരു തലയിലൊരു ഇത് വരും. അപ്പോൾ ഇതിനകത്തോട്ട് ഇട്ടിട്ട് നമുക്കിങ്ങനെ പൊതിഞ്ഞ് വെക്കാം. അപ്പം അങ്ങനെ ഒരു ടൈപ്പാണിത്. ഇനി ഇതിൻ്റെ ഒരെണ്ണം കൂടെ കാണിച്ചു തരാം ഞാൻ. ഇത് വന്നിട്ട് ഇത് വേറൊരു പാറ്റേൺ ആണ്. ഇത് വന്നിട്ട് ഇതെടുക്കാം. ഇതിൽ റൈറ്റിങ്സ് ഒക്കെ ഉണ്ട്. അതായത് ഐ ലവ് യു ഡാഡ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇതിൽ തൊപ്പി ഇതിനകത്ത് കയറ്റും. പിന്നെ കാല് രണ്ടും ഇതിങ്ങനെ ഒട്ടിക്കുന്ന ഒരു മെറ്റീരിയലാണ്. പിന്നെ കാല് രണ്ടും ഇതിനകത്ത് ഇട്ടിട്ട് നമുക്കിങ്ങനെ അടച്ചു വെച്ച് ബേബിനെ നല്ല സേഫായിട്ട് വെക്കാൻ പറ്റും. അപ്പോൾ നല്ല ചൂടോടെ അത് നല്ലൊരു വാം ഫീലിംഗ് അതിന് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അടുത്ത സാധനം എന്താണെന്ന് നോക്കാം. അടുത്തത് വന്നിട്ട് നമ്മുടെ റിസീവിങ് ബാഗാണ്. അപ്പോൾ ഇത് നമ്മൾ ഷോപ്പിൽ നിന്നാണ് വാങ്ങിച്ചത്. ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വേറൊരു വീഡിയോ ഇടുന്നതാണ്. അപ്പോൾ അറിയാം ഏത് ഷോപ്പാണ് എന്തൊക്കെയാണെന്നുള്ളത്. ഇത് പ്രൈസ് ഞാൻ ഒരു അറൗണ്ട് 1000 സംതിങ് ആയിട്ടുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പോലെ കടയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടാണ് ഇത്രയും പൈസ ആയത്. ഓൺലൈനാണെങ്കിൽ നല്ല ചീപ്പ് റേറ്റിൽ നിങ്ങൾക്ക് കിട്ടും കേട്ടോ. പിന്നെ ഇതിനകത്തൊരു ക്ലോത്ത് ഉണ്ട്. ആ ക്ലോത്ത് ഇട്ടിട്ടാണ് നമ്മൾ ബേബീനെ ഇതിനകത്ത് ഇടാൻ പോകുന്നത്. ഇങ്ങനെ വിരിച്ചിട്ട് ഇതിനകത്ത് ഇത് സിബുണ്ട്. സിബ് തുറന്നിട്ട് നമുക്ക് ബേബിനെ കിടത്തിയിട്ട് നമുക്കിത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ സേഫായിട്ടിരിക്കും. നമുക്ക് ഇങ്ങനെ ക്യാരി ചെയ്ത് കൊണ്ടുപോകാം. അതിനാണ് ഈ സംഭവം നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം നമ്മൾ എന്ത് ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വാഷ് ചെയ്ത് എന്താ പറയുക നല്ല ഉണക്കി വെയിലത്ത് ഉണക്കി. കാരണം ഇത് ചിലപ്പോൾ പൊടിയൊക്കെ കാണും. കാരണം അവർ ന്യൂ ബോൺ ആയതുകൊണ്ട് ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് വേറൊരു അറ്റ്മോസ്ഫിയറിലോട്ട് മാറുമ്പോൾ ചിലപ്പം എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതെല്ലാം വാങ്ങി കഴുകി. ഇത് മാത്രം നമ്മൾ കഴുകിയില്ല. കാര്യം ഇത് നമുക്കറിയാം നെറ്റൊക്കെ ആയതുകൊണ്ട് നമ്മൾ പക്ഷേ എന്ത് ചെയ്തെന്ന് പറഞ്ഞാൽ നല്ല വെയിലത്തിട്ട് കുറച്ച് വെയിലൊക്കെ കൊള്ളിച്ച് ഒരു എന്താ പറയുക കുറേ നേരം ഇട്ടിരുന്നു. എന്നിട്ടാണ് നമ്മളിതെടുത്തത്. പക്ഷേ ഇതുപോലത്തെ സംഭവങ്ങളെല്ലാം ഇതൊക്കെ വാഷബിളാണ്. റീയൂസ് ചെയ്യാൻ പറ്റും. വാഷ് ചെയ്തിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇതൊക്കെ നമ്മൾ വാഷ് ചെയ്ത് ഡ്രൈ ചെയ്ത് എടുത്തേക്കുന്നതാണ്. അപ്പം ഇത് നമുക്കിനി ഡയറക്റ്റായിട്ട് യൂസ് ചെയ്താൽ മതി. പിന്നെ എനിക്ക് വേണ്ടി ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേയൊക്കെ റെഫറൻസ് എടുത്തിട്ടാണ് വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് ബേസിക്കലി വാങ്ങിച്ചത് നമ്മൾക്ക് ഇടേണ്ട ഡ്രസ്സുകളുടെ കുറേ സംഭവങ്ങൾ വാങ്ങിച്ചിട്ടുണ്ട്. നൈറ്റീസ് വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, പിന്നെ ഒരു മുണ്ട്, വെള്ളമുണ്ട് ചിലരിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അത് വാങ്ങിച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനത്തെ കുറേ ബേസിക്. പിന്നെ നമ്മുടെ ബ്രഷ്, പേസ്റ്റ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ. പിന്നെന്താ പറയുക കുറേ കാര്യം മെഡിസിൻസ്, അത്യാവശ്യം മെഡിസിൻസ്. പിന്നെ നമ്മുടെ ആധാർ, പാന്, അങ്ങനത്തെ ഡോക്യുമെൻറ്റ്സ്, ഇൻഷുറൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഡോക്യുമെൻറ്റ്സ്. പിന്നെന്താ ഉള്ള. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് വേണ്ടി എടുത്തേക്കുന്നത്. അപ്പോൾ അത് ഞാൻ സെപ്പറേറ്റ് ചെയ്ത് വെച്ചേക്കണം. അപ്പം കൂടെ നിൽക്കുന്ന ഇപ്പോൾ ഹസ്ബൻഡിനെ എടുക്കാനൊക്കെ എളുപ്പമായതുകൊണ്ട് വേറൊരു സെക്ഷനിലായിട്ടാണ് അത് വെച്ചേക്കുന്നത്. അപ്പോൾ അതങ്ങനെ വെച്ചേക്കണം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ബേബിക്കും എനിക്കും വേണ്ടി വാങ്ങിച്ചത്. പിന്നെ നമ്മൾ അഡീഷണലായിട്ട് നമ്മൾ ഇപ്പം വീട്ടിൽ വിരിക്കാൻ വേണ്ടി എല്ലാം പുതിയതായിരിക്കണമല്ലോ, ക്ലീൻ ആയിരിക്കണമല്ലോ. അപ്പോൾ 2 ബെഡ്ഷീറ്റും കൂടെ വാങ്ങിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കടയിൽ നിന്നാണ് വാങ്ങിച്ചത്. അപ്പം ഏകദേശം ഒരു എമൗണ്ട് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ പോയാലും ഒരു 10,000 അല്ലേ മുകളിൽ പോവും. 15,000 അടുപ്പിച്ച് ഇത്രയും വാങ്ങിച്ചിട്ടുള്ളൂ. എന്നിട്ട് എന്നാൽ തന്നെ ഒരു 15,000 ഒക്കെ വരും കേട്ടോ. ശരിക്കും ഇതിലും കൂടുതലും ഐറ്റംസ് വാങ്ങിക്കുന്നവരുണ്ട്. അപ്പം എന്താ പറയുക, പിന്നെ മെറ്റേണിറ്റി പാഡ്സൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കാം കേട്ടോ. പക്ഷെ നമ്മളതൊന്നും വാങ്ങിച്ചിട്ടില്ല. പിന്നെ എടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ ഈ കുട്ടിയുടെ നെയിൽ കട്ടർ, അങ്ങനത്തെ ഒരു കിറ്റ് കിട്ടും. അതൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് അഡീഷണലായിട്ട് ആഡ് ചെയ്യാൻ പറ്റും. പിന്നെ ഈ ബാത്തിങ് ടബോ എന്തോ ബാത്ത് ചെയ്യാനുള്ളൊരു മാറ്റുണ്ട്. അതിൻ്റെ ഈ ബബിൾസ് പോലത്തെ മാറ്റൊക്കെ അവൈലബിൾ. അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം. പക്ഷെ നമ്മളിപ്പോൾ അതൊന്നും വാങ്ങിച്ചിട്ടില്ല. തൽക്കാലം വെരി ബേസിക് ആയിട്ടുള്ള, കാരണം നമുക്ക് അത്രയും സമയം കിട്ടിയതുമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വളരെ ബേസിക് ആയിട്ടുള്ള സാധനങ്ങൾ മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ.
ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മൾ ഹോസ്പിറ്റൽ ബാഗിന് വേണ്ടി പാക്ക് ചെയ്തിട്ട് റെഡിയാക്കി വെച്ചേക്കുന്നത്. പിന്നെ ചിലപ്പം ചില കാര്യങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോവാം, വേണമെങ്കിലോ എക്സ്ട്രാ വേണമെങ്കിലോ. അപ്പോൾ അതിൻ്റെയൊക്കെ അപ്ഡേറ്റ് ഞാൻ ഇത് കഴിഞ്ഞിട്ട്, ആവശ്യം കഴിഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു അപ്ഡേറ്റഡ് വീഡിയോ കൂടി വേറെ എന്തെങ്കിലും നമ്മൾ അഡീഷണൽ ആയിട്ട് ആഡ് ചെയ്തോ, അങ്ങനെ ആവശ്യമില്ലാത്ത എന്തെങ്കിലും ഉണ്ടോ, അപ്പം നമുക്ക് സ്ഥലം കുറയ്ക്കാമല്ലോ. അനാവശ്യമായിട്ട് ഇപ്പോൾ ഒരു 4 ഡേയ്സിനും 5 ഡേയ്സിനും വേണ്ടി നമ്മൾ ഒത്തിരി ബാഗേജസ് കൊണ്ടുപോകേണ്ട കാര്യമില്ല. അപ്പം അത് ഞാൻ തീർച്ചയായിട്ടും അപ്ഡേറ്റ് ചെയ്യുന്നതാണ്. അപ്പം വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നമ്മുടെ ചാനൽ ഫോളോ ചെയ്യുക, ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പം തുടർന്ന് വീഡിയോസ് വരുന്നതാണ്. നമുക്കിനി അടുത്ത വീഡിയോ കാണാം. അതുവരെ ടേക്ക് കെയർ ആൻഡ് ബൈ.